الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم اهدنا الصراط المستقيم صدق الله. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഈ സദസ്സിനെ തൻ്റെ ഇൽമ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഷേഖ് ബമ്പലാണ് ഉസ്താദ് വർഗളെ, ഈ സദസ്സിൻ്റെ അധ്യക്ഷനുമായ കുറിയസ് കാണൽ ദൂരമാണെങ്കിലും ചെറിയൊരു ബന്ധമുള്ള ബഹുമാനപ്പെട്ട സൽമാൻ ദാർമി ഉസ്താദ് വർഗളെ, മറ്റും ഈ നാട്ടിൻ്റെയും ഈ മൗല മെമ്മോറിയൽ അക്കാഡമിൻ്റെ മുദ്രസ്യമായ ബഹുമാനപ്പെട്ട ഇർഫാൻ ഉസ്താദ്, ഈ സദസ്സിനെ ഭംഗിയാക്കിക്കൊണ്ട് നിങ്ങൾ ആശംസിക്കാൻ വേണ്ടി വന്ന ബഹുമാനപ്പെട്ട നമ്മളെ നാട്ടിൻ്റെ മുത്തായ ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിൻ്റെ സുപുത്രനായ ഇർഷാദ് ദാരിമി, SKSSFിൻ്റെ ജില്ലാ സെക്രട്ടറിയായ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മളുമായിട്ട് ബന്ധമുള്ള ബഹുമാനപ്പെട്ട അബൂ സാലിഹ് ഫൈദി ഉസ്താദ്, മറ്റുള്ള ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, ഈ നാട്ടുകാരെ, ഈ മൗല മഹാനവറെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന അവിടുത്തെ മുഹിബീങ്ങളെ, അള്ളാഹു മഹാന്മാരെ പൊരുത്തത്തിൽ അള്ളാഹു നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ ഒരു ദീനീ സ്ഥാപനം 3-4 വർഷമായി അൽഹംദുലില്ലാ മൗലാന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം, ഇവിടെ ഇരുന്നിട്ടുള്ള ഈ സദസ്സ് മുത്തഅല്ലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ഷേഖിന്റെ ബമ്പലാണ് ഉസ്താദ് പറഞ്ഞത്, മുത്തഅല്ലിമീന്റെ അർത്ഥം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് പഠിച്ചതാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഭയങ്കര കഷ്ടം. ചിലപ്പോൾ കഞ്ഞി കിട്ടും, ചിലപ്പോൾ പയറ് വക, ഇറച്ചി മീനൊന്നുമില്ല. അൽഹംദുലില്ലാ നമ്മളെ മുത്തഅല്ലിമീങ്ങൾ ഇന്ന് പഠിക്കുമ്പോൾ ഉച്ചക്ക് നെയ്ച്ചോറും കോഴിൻ്റെ കറിയാണെങ്കിൽ രാത്രി ബിരിയാണി. ഞങ്ങൾക്ക് മഴക്കാലം വന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തും ഇല്ല, പച്ചപ്പേറ, അളസണ്ട വിത്ത, അല്ല മുതിര, എന്ത് കൊടുക്കുന്ന മുതിരനല്ലേ, ഇങ്ങനത്തെ കറി. അൽഹംദുലില്ലാ നമുക്ക് ഭക്ഷണം തന്ന ഉമ്മമാർ, ആ അപ്പന്മാർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മരിച്ചവർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പഠിച്ചു വരുന്ന മക്കളെ, നിങ്ങൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഒരു ദിവസത്തിൽ 5 വക്ത് നിസ്കാരത്തിൽ നാം വിളിക്കുന്ന ഓതുന്നൊരു മുസ്തഖീമായ മാർഗം തേടുന്ന നാം, നമുക്ക് ദീന് ഈ സുന്നത്ത് ജമാഅത്ത് ബഹുമാനപ്പെട്ട മൗലാ ഷേഖിന്റെ പേരിൽ അറിയപ്പെട്ട ചപ്പർപ്പട ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ സദസ്സ്, ഈ പള്ളി, ഈ ആഫിള്, ഈ ദർസ്, അവിടുത്തെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ചപ്പാർപ്പാട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് അൽഹംദുലില്ലാ. ഈ മൗലപ്പാപ്പ ഞാൻ പറയുന്ന കേട്ടത്, ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ജാമിയ നൂരിയ അറബിക് കോളേജ് പട്ടിക്കാടിൽ, കേരളത്തിൽ നിന്ന് ആദ്യത്തിലൊരു ഇസ്ലാമിക കോളേജ് ഉണ്ടായത് ജാമിയാണ്. ഈ പട്ടിക്കാട് എന്ന് പറയുന്ന ഇന്ന് ഫൈസി ബിരുദ് കൊടുക്കുന്ന ഇന്നത്തെ പണ്ഡിതന്മാർ അധികവും കേരളത്തിൽ, അധികവും അത് കഴിച്ചെങ്കിൽ കർണാടകത്തിലും, ഏതുവരെയും എന്ന് വെച്ചാൽ ഉഖ്റവിയായ പണ്ഡിതൻ മാത്രമല്ല, ഒലിയായിട്ട് ജീവിക്കുന്ന കുറെ പണ്ഡിതന്മാരുണ്ട് ഫൈസി ബിരുദ് എടുത്തവരല്ല. ആ കോളേജിൽ ഒരു സമ്മേളനത്തിന് ഞാൻ പറയുന്നത് കേട്ടത്, ബഹുമാനപ്പെട്ട കന്യാല പാപ്പ പോയിട്ട് ഇതുപോലത്തെ സദസ്സിന്റെ വാർഷികത്തിന്റെ, ജാമിയാന്റെ വാർഷികത്തിന്റെ സദസ്സ് തായ ഇങ്ങനെ സദസ്സിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആരോ ആളുകൾ കൂടിയ ജാമിയാന്റെ നൂരിയന്റെ സമ്മേളനം, ആ സമ്മേളനത്തിന് കൂടിയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ ആ മൂപ്പറെ കണ്ടിട്ട് 2-3 ആള് ഭയങ്കര അതിശയപ്പെട്ട്
ചുരുക്കത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനിവിടെ വന്നത് കുർസിലിരിക്കാനാ അല്ല മറ്റൊന്നിനൊന്നല്ല. ഈ ജാമിയ നൂരിൽ ഇന്ന് നടക്കുന്ന ഈ സമ്മേളനം, ഇൽമു പഠിച്ച മക്കൾക്ക് കൊടുക്കുന്ന ആ ബിറുദിന്റെ ഈ സമ്മേളനത്തിൽ അവിടുത്തെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന്. ഒരു വലിയായ മനുഷ്യൻ, ഒരു മുത്തഖിയായ മനുഷ്യൻ, അള്ളാഹു സ്നേഹിച്ച ഒരു മനുഷ്യൻ ആ തരത്തിൽ താവാളോട് കൂടെ അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഞാനടക്കം അത് ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞെങ്കിൽ അല്ല പറയുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. അള്ളാഹുവിൻ്റെ വലിയായി കഴിഞ്ഞെങ്കിൽ അത് ഞാനെന്നേ ആളെ സംസാരിക്കുന്ന സംസാരം നാവ് ഞാനാകും, അവൻ്റെ കണ്ണ് ഞാനാകും, അവൻ്റെ കൈ ഞാനാകും, അവൻ്റെ കാല് ഞാനാകും, അവൻ്റെ തല ഞാനാകും, എല്ലാം ഞാനെന്നേ പറയുന്നു. അതാണ് ഒരു എനിക്ക് കിട്ടുന്ന ഫൗർ. അള്ളാഹു ഹിദായത്ത് കൊടുത്ത മനുഷ്യൻ്റെ ആ വിലായത്തിൻ്റെ ഫൗർ അതാണ്. അപ്പൊ ആ മഹാൻ ആ തരത്തിൽ പറഞ്ഞ മഹാന്മാർ, അവരെ പേരിൽ അറിയപ്പെടുന്ന സമസ്ത, അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഉറക്കൽ മുല്ലക്കായ തങ്ങളെ കൊണ്ട് മഹാനായ അഹ്ലു ബൈത്തിൽപ്പെട്ട മഅലവി കുടുംബക്കാരനായ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വിത്തിട്ടത്, ഒരു തൈക്ക് വിത്തിട്ട് ആ തൈ കൊടിച്ച് അത് മരായി, അത് പന്തലായി, സജറയായി 100ാമത്തെ വാർഷികത്തിലേക്ക് എത്തി. അള്ളാഹുവിന്റെ മഹാന്മാരെ കറാമത്ത് കൊണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഖുത്ബി ഉസ്താദ്, പാങ്ങൽക്കുട്ടി അഹമ്മദ് മുസ്ലിയാർ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പോലത്തെ മഹാന്മാർ, ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനെ പോലത്തെ അള്ളാഹുവിന്റെ ഉഖ്റവിയായ പണ്ഡിതനും അള്ളാഹുവിന്റെ വലിയുമായ മഹാന്മാർ കൊണ്ട് നിലനിർത്തി വന്ന ഈ സമസ്തന്റെ പ്രചാരണ ഒരു പരിപാടിയുമാണ് ഈ നാട്ടിൽ ഈ മൗല അക്കാഡമിയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അപ്പൊ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹു കാണിച്ചു തന്ന മാർഗമുണ്ട്. നമുക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, സുന്നത്ത് എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാം, അത് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ദീനാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതേ ദീനാണ് സമസ്ത ജമീഅത്തുൽ ഉലമ പഠിപ്പിക്കുന്നത്. വേറൊരു പുതിയ ദീന അക്ബർ ഇലാഹി എന്ന് പറഞ്ഞിട്ടുള്ള ദീനൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. 100 വർഷം മുമ്പ് എങ്ങനെ ഈ ദീന് സുന്നത്ത് ജമാഅത്തിന് എന്ത് വേണം, അല്ലാഹു നമ്മളെ പണ്ഡിതന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. കുറെ കാലം നമുക്ക് നേതൃത്വം വഹിക്കാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഇട്ട് കൊടുക്കട്ടെ. ഈ മാർഗം സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതൊരു മാർഗമാണ്. ഈ മാർഗത്തിൽ ജീവിക്കാൻ പോകുമ്പോൾ, ഈ മാർഗത്തിൽ പോകണമെങ്കിൽ, ഈ ദീനിയായിട്ട് സുന്നത്ത് ജമാഅത്തെ മുറുകെ പിടിച്ചു പോകുമ്പോൾ കുറേ മുസീബത്തുകൾ, ബുദ്ധിമുട്ടുകൾ, ബേജാറുകൾ, മുശക്കത്തുകൾ, എടങ്ങേറുകൾ, സാഹചര്യങ്ങൾ, സിഹറുകൾ, ശൈത്താന്റെ ഷർറുകൾ എല്ലാം അവന്റെ മുമ്പിൽ വന്നെത്തും. ഇതിനെല്ലാം തട്ടിക്കൊണ്ടു ആ വഴി വിശാലമാക്കി ആ മാർഗത്തിനെ നേരെയാക്കി കൊടുത്തുകൊണ്ട് പോകുന്നതാണ് സിറാത്തുൽ മുസ്തഖീം. അതാണ് ദീന്, അതാണ് ഇസ്ലാം, അതാണ് സമസ്ത. അല്ലാതെ പിന്നെ ഒരുത്തനെ വെറുപ്പിക്കാനാ, ഒരു നാടിനെ തളർത്താനാ, ഒരു ഐക്യത്തിനെ തളർത്താനാ, അല്ല ഒരു ഭിന്നിപ്പാക്കാനാ സമസ്ത ജമീഅത്തുൽ ഉലമ ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല, ഒരുങ്ങുന്നതുമല്ല. നേരത്തെ പറഞ്ഞതുപോലെ 100 വർഷം തികഞ്ഞ് 100ാമത്തെ വർഷം ജനുവരി തുടങ്ങുമ്പോൾ കടന്നു വന്ന് ആ മരം പന്തലിച്ച് വലിയായി ലോകം ആകെ അതറിയപ്പെട്ട് സമസ്ത കേരള ജമീഅത്തുൽ ഉലമ എന്നുള്ള ഒരു ഷജറ, ഒരു മരത്തിന് അറിയപ്പെട്ട ലോകം. പക്ഷേ ആ മരത്തിന്റെ ഒരു ഗള്ള് കൊത്തുമ്പോലോ അല്ലെങ്കിൽ ആ മരത്തിനൊരു മുറിയേറ്റുമ്പോൾ പണ്ടുള്ളൂർ ചെന്ന് കെട്ടിട്ടുണ്ടാവും, മരത്തിനെ കുത്തുമ്പോൾ അതിന്റെ തായ് പേർക്ക് അടിയായെങ്കിൽ അത് പോയി എന്ന്. അപ്പൊ നേരെ മറിച്ച് ആ ബേറിന് ആ മരത്തിന് ഒരു കേടുപാട് പറ്റുമ്പോൾ അത് എത്തുന്നത്
അതിനെ സ്ഥാപിച്ച, അതിനെ നിലനിർത്തിയ, അതിന് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട് തന്റെ ജീവൻ, തന്റെ നഫ്സിന് വേണ്ടി, തന്റെ നഫ്സ് അതിന് വേണ്ടി ചെലവ് ചെയ്ത് ഇസ്ലാം ദീനി എന്ന്, സുന്നത്ത് ജമാഅത്ത് എന്ന്, ഈ ഇസ്ലാം ഈ നാട്ടിൽ ഈ ലോകത്ത് നിലനിർത്തണം എന്ന് അധ്വാനിച്ചും കൊണ്ട് തന്റെ ഭാര്യ മക്കളെ നോക്കാത്ത ആ നിലയിൽ കഷ്ടപ്പെട്ട് ഉഖ്റവിയായ നിലയിൽ ആഖിറത്തിനും വേണ്ടി കൊതിച്ചുപോയി കിടന്ന ആ മഹാന്മാർക്ക്, ആ സയ്യിദന്മാർക്ക് അത് പോയിട്ട് അവിടെ എത്തും. ആ എത്തുമ്പോഴാണ് ആ നുമ്പലത്തിന്റെ പ്രതിഫലം പിന്നെ കിട്ടുന്നത്. അതാണ് സമസ്ത. കണ്ടില്ലേ, മഹാനായ മൗലവി സദസ്സിൽ വന്നിട്ട്, ഒരു ഇൽമിന്റെ സദസ്സിൽ ജാമിയ നൂരിയ പട്ടിക്കാട് അതിന്റെ സമ്മേളനത്തിൽ വന്നിട്ട് ഇരുന്നിട്ട് ആൾക്കാരെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ വന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് നടത്തുന്ന ദുആ, അന്നത്തെ ദുആന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട മരിച്ചുപോയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ദുആ, ഈ ദുആ ഞണക്കും ആ ബർക്കത്ത് കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് മഹാനായ മൗലവി വന്നിട്ട് ആ സദസ്സിൽ, സ്റ്റേജിലല്ല താഴെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിന്തിക്കണം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഏതരത്തിൽ. ആ മഹാന്റെ പേരിൽ അറിയപ്പെടുന്ന മൗലാ മെമ്മോറിയൽ അക്കാഡമി മാരിപ്പള്ളത്ത് 8 വർഷത്തോളമായി നടക്കുന്ന ദർസ്, ആഫിദ്, ഈ മുതഅല്ലിമീങ്ങൾ, നാളെ മക്കളെ നിങ്ങൾ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ സ്റ്റേജിൽ കയറി ഞങ്ങളെപ്പോലെ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എത്തിക്കും. എങ്ങനെ എത്തിക്കും? നിങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദ് ഇവിടെ ഉണ്ട്, അല്ലേ? നിങ്ങൾ ഉസ്താദല്ലേ? ഉസ്താദ് പേരെന്ത്? അസീദ് ഇർഫാനി, നാട് പുത്തൂർ. മാഷാ അല്ലാഹ്. ഞാൻ ഉസ്താദായിട്ട് പരിചയമില്ല, അങ്ങനെ പേരും അറിയാലോ, കേട്ട ഞാൻ നേരത്തെ അവിടെ കേട്ട്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് റാഹത്തല്ലേ? ഈ ഭാഗത്ത് കേട്ടിട്ടില്ലേ? ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന കൂലി ഇതെല്ലാം. ഏത്? അള്ളാനെ സ്തുതിക്കുന്ന എളുപ്പത്തിലുള്ള കൂലിയാണ്. നിസ്കരിക്കണമെങ്കിൽ അതിന്റെ ഷർത്ത്, അതിന്റെ ഫർള്, അല്ലേ? കുറേ ഇല്ലേ? ഇല്ലേ? നിങ്ങൾ അയാളെ നോക്കണ്ട, നിങ്ങൾ നോക്കി ഇല്ലേ? അപ്പൊ എന്നെ അറിയോ? അരി തങ്ങളെ ഗുരുത്തുണ്ട് എനിക്ക്. നിങ്ങളെ ഗുരുത്തം തങ്ങൾക്ക് ഇരിക്കുമല്ലേ? അൽഹംദുലില്ലാഹ് എന്ന് എളുപ്പത്തിൽ കിട്ടുന്ന, അള്ളാന്റെ പക്കൽ നിന്ന് ഏറ്റവും കിട്ടുന്ന ചില കൂലികളുണ്ട്. ഏത്? അൽഹംദുലില്ലാഹ്, അള്ളാനെ സ്തുതിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്, ഞങ്ങളെപ്പോലെ നിങ്ങൾ വന്നിട്ട് ഇതുപോലത്തെ സ്റ്റേജിൽ നിന്നിട്ട് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മുണ്ടണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് എന്തുകൊണ്ട് മുണ്ടുന്ന നിങ്ങൾ ഉസ്താദ് നോക്കിട്ടാ? പിന്നെ എന്താ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ദർസിനി മക്കളെ ഭയങ്കര ഇറച്ചി മീന് കൂട്ടോന് കൊതി വെച്ച് ഒരു കോയിന്റെ കറി കൂട്ട. അന്ന് ഇന്നത്തെ പോലത്തെ കോയല്ല, നാടൻ കോയി. ഒരു കോയിന്റെ കറിക്ക് ഒരു മാസത്തിലോ 2 മാസത്തിലോ ഉമ്മാന്റെ വന്നിട്ട് ചോദിക്കും, ഉമ്മ മീൻകറി വേണം ഉമ്മ. അന്ന് കിട്ടിയെങ്കിൽ ഒരു മത്തി, അത് 10 റുപ്യക്ക് 10 മത്തി, അത് എടുത്തിട്ട് അതിനെ 3 കണ്ടാക്കും ഒരു ഉമ്മമാർ. തലന്റെ കണ്ടം വേറെ, നടുവിന്റെ കണ്ടം വേറെ, ബീലന്റെ കണ്ടം വേറെ. ഇന്ന് ഈ കാണുന്ന എന്റെ മക്കളും നിങ്ങളും ഒരു ദിവസത്തിന് 10 മത്തി കൂട്ടുന്നില്ലേ? അല്ലാഹു തന്ന നിഅമത്ത് ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞില്ല, അളസന്റെ വിത്ത്, മുതര, കുടുകു, പിന്നെ പച്ചപ്പയർ, അളസന്റെ വിത്ത്, ഇങ്ങനത്തെ എല്ലാം കറി കൂട്ടി ജീവിച്ച മുതഅല്ലിമീങ്ങളാ ഞങ്ങൾ പഠിച്ചത്. നിങ്ങളെ ഉമ്മമാരുടെ ഇരുന്നിട്ടില്ലേ? അതിലെ ഉമ്മമാര് ഉണ്ട്. അവർ ദുആരെന്ന് അവർ പ്രാർത്ഥിച്ച് എങ്ങനെ? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ വഖുറത ഐനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എനിക്ക് മക്കളെത്താ,
എങ്ങനത്തെ മക്കളാണ്? എന്റെ കൺകുളിർമയാകുന്ന മക്കളാക്കണം അല്ലാഹ്. അതിങ്ങനെ കൺകുളിർമ ബാപ്പാക്കും ഉമ്മാക്ക് കാണുമ്പോൾ മോനെ സന്തോഷത്തിൽ കാണും. കുക്കാജ തങ്ങ നല്ല പച്ച ഒരു ജുബ്ബയിട്ട് നല്ല പച്ച സാലും ഇട്ട് നല്ല തൊപ്പിയും വെച്ച് നല്ല താടിയും വെച്ച് നല്ല സന്തോഷം വീട് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇടി കയ്യിൽ വാച്ച് മൊബൈലാ മാഷാ അല്ലാഹ്. ഉമ്മക്ക് എന്ത് കൊസിയാവും? അവല്ലേ അവ അതല്ല ഇതാ കൊസി. നിങ്ങൾ ഉമ്മമാരുണ്ടല്ലോ ഇല്ലേ? ഉമ്മക്ക് അതല്ല കൊസി. എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, എൻ്റെ വാപ്പൻ മരിച്ചു പോയിട്ടുണ്ട്, പഠിപ്പിച്ച ഒരു ഉസ്താദും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. നമുക്ക് പഠിപ്പിച്ചു തന്ന ദീന് പഠിപ്പിച്ചിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത് നമ്മളെ നാട്ടിന്റെ മുത്ത് ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ്. അവിടുത്തെ ഭാര്യ മരിച്ചുപോയി. അല്ലാഹു ഖബർ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ജബ്ബാർ ഉസ്താദിനെ മറക്കാൻ കഴിയില്ല. ഈ തങ്ങളെ ഈ സൗത്യനിലേക്ക് കാണിച്ചു കൊടുത്ത ഒന്നാമത്തെ ആള് ജബ്ബാർ തിന്നുകൊണ്ടും മുണ്ടിക്കൊണ്ടിരിക്കുന്ന. അപ്പാ ഞാൻ പറഞ്ഞത് ഉമ്മ വാപ്പ ദുആന്ന് അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത ഐനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന്. എൻ്റെ മോനെ ഞങ്ങൾക്ക് തന്ന മക്കള് നീ കൺകുളിർമയാകുന്ന മക്കളാക്കണം. അതാണാവട്ടെ പെണ്ണാവട്ടെ. അതിന് മുന്നേ ചോദിക്കുന്നത് അത് നിനക്കിപ്പോ വേണ്ട, മക്കൾക്ക് മുന്നോട് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട. ഒരു 4 കൊല്ലം 5 കൊല്ലം കയ്യെത്ത അപ്പ ചെല്ലാം. അപ്പൊ നിങ്ങൾ ചെല്ലും. പണ്ട് തങ്ങൾ ഉസ്താദ് ഇങ്ങനെ ചെല്ലി ഏത് എന്നിട്ട് കൺകുളിർമയാകുന്ന മക്കളെത്താള്ള എന്ത് ആ വാപ്പയും ആ ഉമ്മയും ആ പഠിപ്പിച്ച ഉസ്താദും അവർക്ക് കൺകുളിർമയാകുന്ന മക്കളായി ഇതുപോലത്തെ 4 ആളെ മുമ്പിൽ നിന്നിട്ട് ഒരു ബഹുമാനം കിട്ടുന്ന ഒരു പണ്ഡിതനായ ഒരു പണ്ഡിതൻ, ഒരു ഇൽമ പിടിച്ച പണ്ഡിതൻ, ഒരു സൂപ്യവര്യനാവട്ടെ തന്റെ കൈപിടിച്ച ഒരു ഹൈരിബത്തി എന്ന് പറയുമ്പോൾ കൈപിടിച്ച് മുത്തി എണിച്ചു നിന്ന് ബഹുമാനിക്കുന്ന ഇതയാണ് ഒരു മുത്തഖിയായ മകൻ, ഒരു ഇമാമുൽ മുത്തഖീൻ. അവൻ ഒരു 4 ആൾക്ക് ഇമാമായിട്ട് നിൽക്കണം. അതിന്റെ അപ്പുറം ദുന്യവിയായ വിദ്യാഭ്യാസം കൂടെ. ഇതാണ് വാപ്പ ഉമ്മ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആ പഠിപ്പിച്ച ഉസ്താദിന്റെ പൊരുത്തുണ്ടെങ്കിൽ ബാങ്ക് ഇതാണ്. ആ തരത്തിൽ നിങ്ങൾ പഠിച്ചു വളർന്നു. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഖബൂൽ ചെയ്യട്ടെ. എൻ്റെ പൊരുത്തത്തിൽ അല്ലാഹു നമ്മളെ നിലനിർത്തട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.